ഹലോ ഗൈസ്, അങ്ങനെ സച്ചിക്ക് ഇന്ന് ദൂരേക്ക് ഒരു ട്രിപ്പ് കിട്ടുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ബീരാനിക്ക് ഇറച്ചി വെട്ടുന്ന കടയിലെ ഏകദേശം അതിന്റെയൊക്കെ അടുത്തായിട്ട് വരും. എന്തായാലും ഇന്ന് ബീരാനിക്കയെ സച്ചി കാണുന്നുണ്ട്. ബീരാനിക്ക് ഇറച്ചിയുമായിട്ട് ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നതാണ് സച്ചി കാണുന്നത്. എന്തായാലും കണ്ട പാടെ തന്നെ സച്ചി ബീരാനിക്കയെ കൈയോടെ പൊക്കുകയാണ്. അപ്പൊ ബാക്കി എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ? അതിന് എപ്പിസോഡ് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക കേട്ടോ. എന്തായാലും ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സച്ചിക്ക് ട്രിപ്പ് കുറച്ച് ദൂരേക്ക് ആയതുകൊണ്ട് തന്നെ വൈകിട്ട് സച്ചിക്ക് എത്താൻ പറ്റത്തുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ്ങിന് കഴിക്കാനുള്ളത് വരെ രേവതി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ എടുത്തു വെക്കുന്ന കണ്ടപ്പോ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി ഞാൻ വൈകിട്ട് ഇങ്ങോട്ട് വരില്ലേ? പിന്നെ എന്തിനാ രാവിലെ തന്നെ കഷ്ടപ്പെട്ട് ഇത്രയും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്? ഞാൻ വല്ല ഹോട്ടലിലും കയറിയില്ലേ? അങ്ങനെ ഇപ്പൊ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണ്ട. ദേ ഹോട്ടലിലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതാന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അല്ലേനും സച്ചേട്ടൻ ഈയിടെയായിട്ട് ഹോട്ടൽ ഭക്ഷണം കുറച്ച് കഴിക്കൽ കൂടുതലാ. ഇന്നേ തൽക്കാലം ഹോട്ടലിലെ ഭക്ഷണം കഴിക്കണ്ട. ഉച്ചക്കൽക്ക് സച്ചേട്ടൻ ഇഷ്ടപ്പെട്ട പൊതിച്ചോറും രാവിലേക്ക് നല്ല മസാല പൂരിയുണ്ട്. ആഹാ, മസാല പൂരി ഉണ്ടോ? ഉണ്ടെന്നേ. ആ എന്നാ പിന്നെ ഞാൻ മുഴുവൻ കഴിച്ചോളാം. അല്ല രേവതി, ഞാൻ ഇന്നത്തെ ട്രിപ്പ് പോവണോ? എനിക്കെന്തോ പോവാൻ തോന്നുന്നില്ല. അതങ്ങ് വിളിച്ച് ക്യാൻസൽ ചെയ്താലോ? എന്തിന്? സച്ചേട്ടന് വല്ല അസ്വസ്ഥതയുണ്ടോ? അസ്വസ്ഥതയുണ്ടോ എന്ന് ചോദിച്ചാ ഇന്ന് നിന്നെ പൂക്കടെ സഹായിക്കാൻ ഞാനും വരട്ടെ. എന്നെ പൂക്കടെ സഹായിക്കാൻ ആരും വേണ്ട. അതിന് മാത്രം എടുപ്പത് പണിയൊന്നും പൂക്കടയിലില്ല. ദേ സച്ചേട്ടാ, വേണ്ടാട്ടോ, മര്യാദയ്ക്ക് ജോലിക്ക് പോവാൻ നോക്ക്. ഇന്ന് ദൂരേക്ക് പോകുന്നതുകൊണ്ടാ ഇത്രയും ഭക്ഷണമൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ തന്നെ ഉണ്ടാക്കി തന്നത്. എന്നിട്ട് പോവാതിരുന്നാലുണ്ടല്ലോ, അയ്യോ എന്റെ പൊന്നെ, ഞാൻ പോയേക്കാമേ. ആ അങ്ങനെ വേണം. അങ്ങനെ സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ ഞാൻ പോയിട്ട് വരാം. ആ സച്ചി, നീയൊന്നും കഴിച്ചില്ലല്ലോ, എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. അച്ഛാ ഈ നേരം എനിക്കൊന്നും കഴിക്കാൻ തോന്നില്ല എന്ന് കരുതി നീ ഇത് പുറത്തുനിന്ന് കഴിക്കാനാണോ? അയ്യോ അല്ല അച്ഛാ, എന്റെ ഭാര്യ ഉണ്ടാവുമ്പോ ഞാൻ എന്തിനാ പുറത്തുനിന്ന് കഴിക്കുന്നേ? എനിക്ക് നല്ല മസാല പൂരിയെ അവള് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഒഴിവ് കിട്ടുന്ന സമയത്തെ അത് കുഴച്ച് കഴിക്കണം. പിന്നെ ഉച്ചക്കത്തേക്ക് പൊതിച്ചോറും ഉണ്ട്. രേവതിയുടെ ഭക്ഷണമാണല്ലോ, പ്രത്യേകിച്ച് നാവില് വെള്ളം ഊറും. ഡ്രൈവ് ചെയ്യുമ്പോഴേ നീ രേവതി ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ച് ആലോചിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. എന്നാ ഇത് കേട്ടോണ്ടാണ് ചന്ദ്രമതി വരുന്നത്. ഓ പിന്നെ അവൻ അവളുടെ ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ച് നിൽക്കുവല്ലേ. ഇതിന് മാത്രം എന്ത് പ്രത്യേകതയാണാവോ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തില്? ചന്ദ്രേ നിർത്ത്. സച്ചി ഒരു യാത്രയ്ക്ക് ഇറങ്ങുക. ആ സമയത്ത് സച്ചിയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നീ സംസാരിക്കണ്ട കേട്ടല്ലോ. ഓ ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ഇവൻ ഇനി പോവാൻ കഴിയാതെ ആവണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞെന്ന് കരുതിയിട്ടും എന്റെ പോക്കിന് ഒരു തടസ്സം ഉണ്ടാവില്ല. അല്ലേലും നിങ്ങൾക്ക് ഞാനൊന്നും നന്നാവുന്നത് ഇഷ്ടമല്ല. അതേടാ, നീ നന്നായിട്ട് എനിക്കൊരു ഗുണവും ഇല്ല. അതുകൊണ്ട് നീ നന്നാവണേലേ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. അത് നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ പറയണ്ട, എല്ലാവർക്കും അറിയാം. ആ സമയത്ത് അങ്ങോട്ട് വർഷയും ശ്രീകാന്തും വരുന്നുണ്ട്. അപ്പൊ വർഷ ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചോ, എനിക്കിന്ന് 2 ഓംലേറ്റ് വേണേ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, 2 ആക്കുന്നത് എന്തിനാ, ഒരു 10-15 ആക്കിയാലോ? നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇവള് പറയുന്ന കേട്ടാ വെച്ചാ, എന്നോട് പറഞ്ഞില്ലെന്ന്. ഈ നിൽക്കുന്നതേ നിന്റെ വേലക്കാരിയൊന്നുമല്ല, ഞാൻ കെട്ടിക്കൊണ്ട് വന്ന ഭാര്യയാണ്, എന്റെ ഭാര്യ. അവളെ ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലാതെ നിന്റെ ദാസിവേല ചെയ്യാൻ കൊണ്ടൊന്നുമല്ല. എനിക്ക് ഓംപ്ലേറ്റും വേണ്ട, ഇവിടുത്തെ ഭക്ഷണം വേണ്ട. ശ്രീകാന്തെ നീ വരുന്നുണ്ടോ? നമുക്ക് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കഴിക്കാം. പക്ഷേ ഏട്ടൻ മതി. ശ്രീകാന്ത് ഇനി ഏട്ടനെ ന്യായീകരിക്കണ്ട. എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിലേ ഞാൻ തനിച്ചു പൊക്കോളാം. അയ്യോ സമാധാനം ആയല്ലോടാ നിനക്ക്. ഇടി, നിനക്ക് ഈ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് അവക്ക് 2 ഓംപ്ലേറ്റ് അടിച്ചു കൊടുത്തൂടെ? നിങ്ങൾക്കും കയ്യും കാലും ഒക്കെ ഉണ്ടല്ലോ ചെയ്യാനേ, പോയി ചെയ്തൂടെ? എന്തിനാ എന്റെ ഭാര്യയോട് പറയുന്നേ? അങ്ങനെ വർഷയുടെ പിന്നാലെ തന്നെ ശ്രീകാന്തും ചന്ദ്രമതിയും ഒക്കെ ഓടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി ഇത്? അച്ഛൻ ഇത് കാണുന്നില്ലേ? രേവതി രാവിലെ മുതൽ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും ആ പാവത്തിനെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത്. അതൊക്കെ ശരിയാണ് എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊന്നും വർഷമോളോട് സംസാരിക്കണ്ട സച്ചി. ആ കുട്ടിക്ക് അത് നല്ല വിഷമായി കാണും. കുറച്ചാവട്ടെ, അവക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാ. അച്ഛാ ഞാൻ ഇറങ്ങുക. രേവതി ഇറങ്ങട്ടെ. പൗഡർ ഏട്ടത്തി എന്റെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? സച്ചി നീ പോകുന്നുണ്ടി പൊക്കോ. നിനക്ക് ഇനി സുതിയെ ഓരോന്ന് പറയേണ്ട ഉറക്ക് വരുന്ന കാണില്ല. അയ്യോ നിന്റെ സുതിയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ 1000-2000 കിട്ടുമല്ലേ. ഒന്ന് പോ എന്റെ പൗഡർ ഏട്ടത്തി. പിന്നെ ഞാൻ പൗഡർ ഏട്ടത്തിന്റെ ബ്യൂട്ടി പാർലറിലോട് വരുന്നുണ്ട്. എന്റെ ഒരു കൂട്ടുകാരനെ ഫേഷ്യൽ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നാൽ അതൊക്കെ ചെയ്യില്ലേ? ഇത് കേട്ടപ്പോ ശ്രുതി ആകെ ഇന്ന് പരങ്ങി പോവാട്ടോ. ഇനി ഇവൻ ഏത് നിമിഷവും വരുമെന്നുള്ള പേടിയില്ല. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, നിന്റെ കൂട്ടുകാരനേറ്റി അങ്ങോട്ട് വരണ്ട. ഇത് കേട്ടപ്പോ ശ്രുതി പറയുന്നുണ്ട്, അല്ലേനും നിന്റെ പീറ കൂട്ടുകാർക്ക് പറ്റിയ ബ്യൂട്ടി പാർലർ അല്ല അത്. അവിടെ കയറണമെങ്കിലേ കയ്യിൽ കുറച്ച് കായ് വേണം, അല്ലാതെ 2000-3000 ചെയ്തു കൊടുക്കാൻ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. ആണോ? അപ്പോ പൗഡർ എടുത്തി അവിടെ ഒരാൾക്ക് എത്രയും ശമ്പളം കൊടുക്കുന്നേ? പറ പൗഡർ എടുത്തി, എന്തിനാ ആദ്യം പറ. 10-30,000 വരും. ഈശ്വര, 30,000? എടാ നിനക്ക് ഈ ജോലിയാ നല്ലത്. നീയേ പൗഡർ ഇട്ടിട്ട് അസിസ്റ്റന്റ് ആയിട്ട് പാർലറിൽ പൊയ്ക്കോ. അതാവുമ്പോ ഇങ്ങനെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ജോലി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല.
ഇപ്പം കിട്ടിയ ജോലിയില്ലേ അതങ്ങ് ഒഴുകി വെക്കി കയറി. അപ്പോൾ രവി പറയുന്നുണ്ട്, സച്ചി നീ പോവാൻ ഇറങ്ങിയതല്ലേ, അവരോട് വഴക്കുണ്ടാക്കാതെ പോവാൻ നോക്ക്. ഒരു യാത്രക്ക് ഇറങ്ങുമ്പോൾ ഓരോരുത്തരെ പഴി വാങ്ങുന്നത് അത്ര നല്ലതല്ല സച്ചി. അത് പിന്നെ അച്ഛാ സോറി. സോറിയൊക്കെ അവിടെ നിൽക്കട്ടെ, പോവാൻ നോക്ക്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഉച്ച സമയമായിട്ടോ. അങ്ങനെ സച്ചിയുടെ കാറ് വന്ന് നിർത്തിയതും അതിൽ നിന്ന് ഒരു പണക്കാരന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, എക്സ്ക്യൂസ് മീ, ഒരു 3 hours വെയിറ്റ് ചെയ്യണം, എനിക്ക് കുറച്ച് അർജന്റ് മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല ചിലപ്പോൾ 3 hours കൂടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ് കുഴപ്പമൊന്നുമില്ല സാർ. ഓക്കെ, എങ്കിൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഫുഡ് വല്ലതും കഴിക്കാൻ ക്യാഷ് വേണോ? ഏയ് അത് വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡ് ഉള്ളി വെച്ചാണോ കഴിക്കുന്നത്? എന്താ? അല്ല, കാറിന്റെ അകത്ത് വെച്ചാണോ കഴിക്കുന്നതെന്ന്. ഏയ് ഇവിടെ നല്ല തണലുണ്ടല്ലോ, ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാന്ന് കരുതി. ഓക്കെ, വേറൊന്നും വിചാരിക്കരുത്. ആക്ച്വലി കാറിന്റെ അകത്ത് വെച്ച് കഴിച്ചാലേ ഈ ഫുഡിന്റെ സ്മെല്ലിങ്ങനെ അതിനുള്ളിൽ തങ്ങി നിൽക്കും. പിന്നെ അത് വന്ന് കയറുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് കുഴപ്പമില്ല സർ, ഞാൻ ഇവിടുന്ന് പുറത്തുനിന്ന് കഴിച്ചോളാം. ഓക്കെ ശരി. അങ്ങനെ ഇതും പറഞ്ഞ് അയാൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. സച്ചി എങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ ഒരു തണല് ആൽമരം പോലെ കാണുന്നുണ്ട്. അവിടെ വന്നിരിക്കുകയാണ് സച്ചി. ഇവിടെ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല സ്ഥലം, നല്ല തണുപ്പ്, ഒരു ചീഞ്ഞ സ്മെല്ല് എവിടുന്നാ വരുന്നത്. അങ്ങനെ സച്ചി ചുറ്റിലും കണ്ണോടിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഒരു ബോർഡ് കാണുന്നത്. അതായത് ആ ബോർഡിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. വെറുതെ അല്ല, മാർക്കറ്റ് ആയിരുന്നു ഇതിന്റെ ഉള്ളില്. ഇവിടെ നിന്ന് കുറച്ച് മാറി നിന്നാലോ, കാറിന്റെ അകത്ത് നിന്ന് കഴിച്ചാൽ അയാൾക്ക് അത് ഇഷ്ടപ്പെടില്ല. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കാം. ഇതും പറഞ്ഞ് സച്ചി പൊതിച്ചോറായിട്ട് കുറച്ച് മാറി നിന്നിട്ട് കഴിക്കാൻ ഒരുങ്ങാട്ടോ. അങ്ങനെ സച്ചി പൊതിച്ചോറൊക്കെ തുറന്ന് അതിൽ നിന്ന് വാരി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഒരു പിച്ചക്കാരൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. മോനെ വല്ലതും തരണേ, ഞാനൊരു 5-6 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. ഷടാ, എന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? അങ്ങനെ സച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു 50 രൂപ അയാൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും അയാള് സച്ചിയുടെ ഭക്ഷണത്തേക്ക് നോക്കി അങ്ങനെ തന്നെ നിൽക്കാണ്. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ പൈസ കിട്ടിയില്ലേ, പൊക്കൂടെ? പൈസ കിട്ടി, വിശന്നിട്ട് വയ്യ. അതിന് ഞാൻ എന്ത് ചെയ്യണം? അയാൾ ആ സമയത്ത് സച്ചിയുടെ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഇതേ എനിക്ക് എന്റെ ഭാര്യ തന്നുവിട്ട ഭക്ഷണ, നിങ്ങൾക്ക് തരാനുള്ളതല്ല. എനിക്ക് വേണ്ട മോനെ. പിന്നെ എന്തിനാ നിങ്ങൾ കൊതിയോടെ ഇതിലേക്ക് ഇന്നെ നോക്കി നിൽക്കുന്നേ? ഇത് ഞാൻ കൈയിട്ട് കുഴച്ച്, ഇനി ഇത് നിങ്ങൾക്ക് തരാൻ പറ്റുമോ? കുഴപ്പമില്ല. ഇങ്ങനെയുണ്ടോ ആളുകള്? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എൻ്റെ അടുത്ത് വേറെ ഭക്ഷണമുണ്ട്, അത് നിങ്ങൾക്ക് തരാം. ഇതും പറഞ്ഞ് സച്ചി കാറി ചെന്നിട്ട് ആ മസാല പൂരിന്റെ പൊതിയില്ലേ അത് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം സച്ചിക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഇതില് മസാല പൂരിയാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കഴിച്ചോ. മോന് വലിയ മനസ്സാ, ദൈവം മോനെ കാക്കും. മതി പോവാ നോക്ക്. അങ്ങനെ അയാള് ആ ഭക്ഷണം കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി ഭക്ഷണം കഴിച്ചു തുടങ്ങാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഈ ബീരാനിക്ക ആ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. മാർക്കറ്റിൽ നിന്ന് കുറച്ച് ബീഫ് തൊട്ടപ്പുറത്ത് ഒരു വലിയ വീട്ടിലോട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബീരാനിക്ക വരുന്നത്. നടന്നാണ് കേട്ടോ മാർക്കറ്റിൽ നിന്ന് വരുന്നത്. സച്ചി ആണെങ്കിൽ ഒരു ഉരുള എടുത്ത് വായിലോട്ട് ഇടാൻ പോകുമ്പോഴാണ് ശ്രുതിയുടെ ഇളയച്ചന്റെ പോലെ ഒരാളെ സച്ചി അവിടെ കാണുന്നത്. ഇതാരാ? സച്ചി ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഇത് ശ്രുതിയുടെ ഇളയച്ചനെ പോലെ ഉണ്ടല്ലോ ഇയാളെ കാണാൻ. സുധിയുടെ ഇളയച്ചന് ഇരട്ട സഹോദരനുണ്ടോ? ഇയാളെ കയ്യിൽ ഇത് എന്തോന്ന്? മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴിയാണല്ലോ. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. ആ സമയത്താണ് സച്ചി ഇങ്ങനെ ബീരാനിക്ക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. അതായത് ശ്രുതിയുടെ ഇളയച്ചന് അന്നാ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. വെട്ടിക്കൂട്ടി കൊടുക്കും ഞാൻ. അതുപോലെ ബീഫ് വെട്ടിനെ കുറിച്ച്, മട്ടനെ വെട്ടുന്നതിനെ കുറിച്ചൊക്കെ, ഇങ്ങനെ ആടിനെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സച്ചി ഇങ്ങനെ ഓർത്തെടുക്കാണ് കേട്ടോ. ഇയാൾ ഇറച്ചി വെട്ടുകാരനാണോ? അപ്പോ ഇതെന്താ നാടകമാണോ? ഈ പൗഡറായിട്ട് എല്ലാവരും പറ്റിക്കാണെന്നുള്ളത് എനിക്ക് മുൻപേ തോന്നിയതാ. എന്തായാലും ഇയാളെ വെറുതെ വിടാൻ പറ്റില്ല. ഇത് പറഞ്ഞ് സച്ചി ഭക്ഷണം ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് കൈ കഴുകാൻ കേട്ടോ. ആ കൈ കഴുകിയ സമയം കൊണ്ട് തന്നെ ബീരാനിക്കയെ പിന്നെ അവിടെ കാണുന്നില്ല. എന്തായാലും സച്ചിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട്. അപ്പൊ സച്ചി മനസ്സിൽ കരുതുന്നുണ്ട്, ഇപ്പൊ ഇയാൾ ഇവിടെ കണ്ടതുള്ളായിരുന്നല്ലോ. ചിലപ്പോ ആ മാർക്കറ്റിലേക്ക് പോയി കാണും, മിസ്സാവരുത്. ഇതും പറഞ്ഞ് സച്ചി ആ വാട്ടർ ബോട്ടിൽ അവിടെ വെച്ചിട്ട് മാർക്കറ്റിലോട്ട് പോവാണ്. അയാൾ വരാൻ ഏകദേശം എങ്ങാനും 4 മണിക്കൂർ പിടിക്കല്ലോ. അതിനിടയിൽ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തിയേ പറ്റൂ. ഇതും പറഞ്ഞ് സച്ചി നേരെ പോകുന്നത് മാർക്കറ്റിലോട്ടാണ്. സച്ചി മാർക്കറ്റിൽ തിരിഞ്ഞു കളിക്കുന്നത് കാണുന്നത് തന്നെ ബീരാനിക്ക കാണുകയാണ് കേട്ടോ. ഈ ചെറുക്കന് എവിടെയോ കണ്ടുപരി. അയ്യോ, ഇത് ആ ശ്രുതിയുടെ. അയ്യോ, അവൻ തന്നെ. സച്ചി. ഹിന്ദുമ്മ കാത്തോളനെ, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ എന്നെ ഇറച്ചി വെട്ടുന്ന പോലെ വെട്ടും. നാടകം കളിക്കാൻ കൂട്ടുന്നിട്ട് അവസാനം എന്റെ ജീവൻ പോകുന്ന പോക്ക. എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചേ പറ്റൂ. അപ്പോഴാണ് ഒരാള് ബീഫിന് വേണ്ടി വരുന്നത് കേട്ടോ. ബിരാനെ, ഒരു 2 കിലോ ബീഫ് എടുക്ക്. ബീഫല്ല, തേങ്ങ. മനുഷ്യനിവിടെ ജീവന് വേണ്ടി വെപ്രാളപ്പെടുക. അപ്പോഴാ അയാളുടെ ഒരു ബീഫ്.
തനിക്ക് 2 ഞാനൊരു 10-15 കിലോ തരാം, തന്നെ അങ്ങ് വെട്ടിക്കൂട്ടി തരാം. എന്താന്ന് ബീരാനെ അത്, അപ്പുറത്തെ കടയിൽ എങ്ങാനും പോയി വാങ്ങടോ. ഇതും പറഞ്ഞ് ബീരാൻ അവിടെ ഒളിയാൻ നോക്കാൻ കേട്ടോ. ആ സമയത്താണ് ബീരാന്റെ കുറച്ച് ഫോട്ടോസ് ചുമരിൽ കാണുന്നത്. ഇതിവൻ കാണില്ലേ? അയ്യോ, ഈ പടം മനുഷ്യനെ ചുമരിൽ ശരിക്കും പടമാക്കും. ഇതും പറഞ്ഞ് ആ പടമൊക്കെ ഓരോന്നായിട്ട് അഴിച്ചിട്ട് ബീരാൻ അവിടെ ഒളിച്ചു നിൽക്കുക കേട്ടോ. അല്ല, ഇവിടെ നിന്നാ ശരിയാവില്ല, മറ്റെങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം, അതാ നല്ലത്. അല്ലെങ്കിൽ ആരെങ്കിലും കാര്യം എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കാണും. ഇത് പറഞ്ഞ ബീരാനി പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സച്ചൊക്കെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. എന്നാലും ഞാൻ അയാൾ ഇവിടെ എവിടെയോ കണ്ടല്ലോ, ഞാൻ അയാളെ തന്നെ കണ്ടത്, അതെനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും അയാൾ എന്നെ കണ്ടപ്പോ മുങ്ങിയതാണെന്നാ തോന്നുന്നത്, എന്റെ കയ്യില് പെടും താൻ. അങ്ങനെ സച്ച് നേരെ പോകുന്നത് ബീരാനിക്ക് ജോലി ചെയ്യുന്ന കടയിലോണ്ടാണ് കേട്ടോ. അതെ, ഇവിടെ ആരും ഇല്ലേ? സാറേ, ബീഫിനാണോ? അവിടെ ബീരാൻ ഉണ്ടാകില്ല, അങ്ങോട്ടേക്ക് വന്നാ മതി. ആരാ പറഞ്ഞത്? ബീരാനിക്കയുടെ കടയത്. ആ സമയത്താണ് സച്ചി ഒരു കാര്യം ആലോചിക്കുന്നത്. ശ്രുതിയുടെ ഇളയച്ചനായി വന്ന ആ സമയത്ത് പേര് ചോദിച്ചപ്പോൾ ആദ്യം ബീരാനെന്ന് പറഞ്ഞ് പിന്നെ മാറ്റി പറഞ്ഞ കാര്യം. ഇപ്പൊ ഏകദേശം ഉറപ്പായി ഇയാള് തന്നെ അത്. അങ്ങനെ ബീരാനും മറ്റു നിവർത്തിയൊന്നും ഇല്ലാത്തോണ്ട് ശ്രുതിയെ പതുങ്ങിയിരുന്ന് വിളിക്കാൻ കേട്ടോ. അങ്ങനെ ശ്രുതി ഫോൺ അടിക്കുന്നുണ്ട്. ഹലോ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത്? ചാൻസ് ഒന്നും ഇപ്പൊ നിങ്ങൾക്കില്ല, ഉണ്ടാവുമ്പോ ഞാൻ അങ്ങോട്ട് പറയും എന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബീരാൻ പറയുന്നുണ്ട്, അതൊന്നും അല്ല, എന്റെ ജീവൻ തന്നെ അവതാളത്തിലായിപ്പോ. നിങ്ങളുടെ ജീവൻ ഇത് എന്തു പറ്റി? ഇനി എന്ത് പറ്റാനാ? അവനെന്നെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചേക്കുവാ ആ സച്ചിയോ? അവൻ തന്നെ. അവനിപ്പോ എന്റെ കടയിലുണ്ട്. അയ്യോ, എങ്കിൽ പിന്നെ അവന്റെ കണ്ണി പെടാതെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് മാറി നിൽക്ക്. എന്റെ കുട്ടി, ഞാൻ മാറി നിൽക്കുന്നുണ്ട്. എല്ലാത്തിലും കൊണ്ട് ചാടിച്ചത് നീ തന്നെയല്ലേ? മനുഷ്യൻ മര്യാദയ്ക്ക് ജീവിച്ചു പോരുമായിരുന്നു, സമാധാനത്തോട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അഭിനയിക്കാൻ ചാൻസ് തരാമെന്നും പറഞ്ഞിട്ട് എന്നെ ഈ കുണ്ടിക്കൊണ്ട് ചാടിച്ചില്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും അവന്റെ കണ്ണിൽ നിന്ന് മാറി നിൽക്ക്, ഇല്ലെങ്കിലുണ്ടല്ലോ അവൻ നിങ്ങൾ ശരിയാക്കും. ഇത് പറഞ്ഞ് ശ്രുതി പേടിപ്പിച്ച് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോ തന്നെ ഈ ബീരാനൊക്കെ ചാടി ഇരിക്കുന്നത് ഒരു പലചരക്കാരന്റെ പിന്നിലാണ്. ആ പലചരക്കടയിലേക്ക് ഇങ്ങ് വീഴാണ്. എടോ, താനാരാ? ചേട്ടാ, എത്ര കിലോ ബീഫ് വേണം? ബീഫോ? അല്ല, മട്ടൻ വേണോ? മട്ടൻ എന്തിനാ എനിക്ക്? കടയിൽ വെക്കാലോ, വിൽക്കാൻ. എന്തോന്ന് പലചരക്കടയിൽ മട്ടനോ ബീഫോ? താൻ എവിടുന്നാടാ വരുന്നത്? വെളിവില്ലാത്തവനെ. വെളിവില്ലാത്ത ആർക്കാടാ? നീ ഇപ്പൊ എന്തിനാ എന്റെ കടയിൽ പിന്നീട് വന്ന് ഒളിഞ്ഞിന്നേ? എന്റെ പൊന്നു ചേട്ടാ, ഇവിടെ ചാരി ഇന്നപ്പോ ഇങ്ങോട്ട് വീണ് പോയതാ, എന്നെ ഒന്ന് വീട്. ഇതും പറഞ്ഞ് അവിടുന്ന് ബീരാനിക്ക് ഓടാണ്ടോ. അപ്പൊ വേറൊരുത്തൻ ചോദിക്കുന്നുണ്ട്, ആരാ അത്? തലയ്ക്ക് സുഖയില്ലാത്ത ആരുമാണ്. അങ്ങനെ സച്ചി വീണ്ടും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് പുറത്തൊരു ചെറിയ ഫ്ലെക്സ് കാണുന്നത്. ആ ഫ്ലെക്സിൽ നേരെ ഇയാളുടെ ഫോട്ടോയാണ് കാണുന്നത്, ബീരാനിക്കയുടെ ഫോട്ടോ. ബീരാനിക്ക നല്ല മട്ടനും ബീഫൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഇയാള് ശ്രുതിയുടെ ഇളയിച്ച് തന്നെ. അപ്പോ ഇത് തന്നെ കട അയാളുടേത്. അയാൾ എന്നെ കണ്ടപ്പോ എവിടെ ഒളിച്ചതാ. ഓക്കെ, എന്തായാലും ശ്രുതി കൈയോടെ പിടിക്കുന്ന ആ ഒരു എപ്പിസോഡ് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഇടാട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, വീഡിയോ ലൈക്ക് ചെയ്തേക്കാം. നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.